മഴതോറും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ശരണ്യയോട് അലീന പറയുന്നുണ്ട്, നീ ഒരു കാരണവശാലും പിന്നോട്ട് പോകരുത്, നീ നന്നായി തന്നെ പഠിക്കണം. ദേ, നീ പഠിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ തോറ്റു പോകുന്നത് ഞാനായിരിക്കും. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശരണ്യക്ക് ഭയങ്കര സങ്കടമായി. ശരണ്യ പറയുന്നുണ്ട്, ഇല്ല ചേച്ചി, ഞാൻ നന്നായി തന്നെ പഠിച്ചോളാം. അന്നേരം അലീന ഒരു കവറെടുത്ത് ശരണ്യയുടെ കയ്യിൽ കൊടുത്തു. മോളെ, ഇത് നിനക്കുള്ളതാണെന്ന് പറഞ്ഞു. എപ്പോഴും ഇട്ടിരുന്നോണ്ട് നടക്കാനൊന്നുമല്ല, ഇടയ്ക്കിടയ്ക്ക് ഇത് കാണുമ്പോൾ നിനക്ക് എന്നെ ഓർമ്മ വരണം, അതിന് വേണ്ടിയിട്ടാണെന്ന് പറയും. അത് കേട്ടപ്പോൾ ശരണ്യ അലീനെ അങ്ങ് കെട്ടിപ്പിടിക്കണേ. അപ്പോഴേക്കും ശരണ്യയുടെ അമ്മ അങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ രണ്ടുപേരും കണ്ടപ്പോൾ ശരണ്യ പറയുന്നുണ്ട്, ആൻറ്റി, ഇത് ആൻറ്റിക്ക്, ഇതൊന്ന് ആൻറ്റിക്കുള്ളതാ, ആൻറ്റിക്കുള്ളൂ എന്ന് പറഞ്ഞു നോക്ക്. എന്തിനാ മോളെ നീ നിന്റെ പൈസയൊക്കെ കൊടുത്തിട്ട് ഈ സമയത്ത് ഇതൊക്കെ വാങ്ങിച്ചത്? മോൾ അധ്വാനിച്ച പൈസ കൊണ്ടല്ലേ, ഇതൊക്കെ വെറുതെ കളയേണ്ട കാര്യമുണ്ടോ? അതൊന്നും സാരമില്ല, ഇത് വെച്ചോ. പിന്നെ ഇത് അച്ഛനുള്ള ഷർട്ടാണെന്നും പറയും. ഇങ്ങനെയൊക്കെ വാങ്ങിച്ചു വരുമ്പോഴേ എനിക്കൊരു സന്തോഷവും സമാധാനമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അത് അവരെ ഏൽപ്പിക്കാണ്. ഇതേ സമയം ശരണ്യക്ക് ആ ഒരു ആകപ്പാട് വിഷമമാവാണ്. ശരണ്യ പറയുന്നുണ്ട്, ശരണ്യോടായിട്ട് അലീന പറയുന്നുണ്ട്, നീയും എൻ്റെ കൂടെ അതുവഴി വാ, അതുവരെ നമുക്ക് സംസാരിച്ചിട്ടൊക്കെ പോവാലോ എന്ന് പറയും. അങ്ങനെ അലീന യാത്ര പറഞ്ഞതിന് ശേഷം അവർ രണ്ടുപേരും അവിടെ നിന്നും പോവാണ്. പിന്നീട് കാണിക്കുന്നത് ബാലചന്ദ്രൻ ബബിതയെ അങ്ങോട്ടേക്ക് വിളിച്ചു കഴിഞ്ഞപ്പോൾ ചോദിക്കുന്നുണ്ട്, എൻ്റെ കൃഷ്ണ എത്തിയില്ലേന്ന് ചോദിക്കും. വന്നില്ല അച്ഛാ, ഇപ്പം തന്നെ വരുമായിരിക്കുമെന്ന് പറയും. എങ്കിൽ പിന്നെ അവൾക്ക് എക്സാമാണ്, നാളത്തോടു കൂടെ അവളുടെ എക്സാം അങ്ങ് തീരുമെന്ന് പറയും. രോഹിത് മുറിയിലുണ്ട്, എങ്കിൽ കൃഷ്ണമോള് വന്നു കഴിയുമ്പോൾ അവളെ രോഹിത്തിനെയും കൂടി ഇങ്ങോട്ടേക്കൊന്ന് വിളിക്കണം, എനിക്ക് ചില കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാനുണ്ടെന്ന് പറയും. കുറച്ച് കഴിഞ്ഞപ്പോൾ കൃഷ്ണമോള് വരികയാണ്. എന്നിട്ട് എന്താ പറയാനുള്ളത് എന്ന് ചോദിക്കുന്ന സമയത്തിന്, അതെ, നീ രോഹിത്തിനെ കൂടി വിളിക്കാൻ പറയും. അപ്പോഴേക്കും കൃഷ്ണമോള് കിടന്നങ്ങനെ അലറുകയാണ്. ഒന്ന് പതുക്കെ വിളിക്ക്, നാട്ടുകാർ മുഴുവൻ ഇങ്ങോട്ടേക്ക് ഓടിക്കൂടുമല്ലോ എന്ന് പറയും. ആ സമയത്തിന് ബബിത അങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ട് ലെമൺ ടീയുമായിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. എനിക്കും എടുത്തതാ, നിനക്കും തരാമെന്ന് പറഞ്ഞുകൊണ്ട് പോയി ചായക്ക് എടുത്തുകൊണ്ട് വരികയാണ്. അതെ, എനിക്ക് നിങ്ങളോട് കുറച്ച് പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എന്ന് പറയുമ്പോഴേക്കും കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ പറയാനുള്ളത്? അത് പറയാം. അല്ല, അലീന ചേച്ചി എന്തേ? അലീന ചേച്ചിയെ കണ്ടില്ലല്ലോ എന്ന് പറയും. അലീന ഇവിടെ ഇല്ല, പോയി എന്ന് ശരണ്യയുടെ വീട്ടിൽ പോയിരിക്കുക. അതെന്താ തനിച്ചു പോയത്? ഇപ്പോൾ രോഹിത്തിനെ കൊണ്ടുപോയില്ലേ? അവൾ തനിച്ചാ പോയത്. അല്ല, എപ്പോൾ വരും അച്ഛാ? എപ്പോൾ വരുമെന്നൊക്കെ വിളിച്ചു ചോദിക്കണം. കൊല്ലപ്പള്ളിയും കൂടി കയറിയിട്ട് ഇങ്ങോട്ടേക്ക് വരത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. ഒരു വിഷമം, അങ്ങനെ ഒരു വിഷമം കൃഷ്ണമോളുടെ മുഖത്തുണ്ടായി. അപ്പോഴേക്കും രോഹിത് അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. രോഹിത് വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ, എന്താ പറയാനുള്ളത് എന്ന് ചോദിക്കും. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നാളെ അലീന ഇവിടെ നിന്ന് പോവാണെന്ന് പറഞ്ഞു. പോവാണെന്നോ? നാളെയോ? ഇത്ര പെട്ടെന്നോ എന്ന് ബബിത ചോദിച്ചു. പെട്ടെന്നാണല്ലോ, പെട്ടെന്നൊന്നല്ലോ, അവൾ നേരത്തെ തന്നെ തീരുമാനമെടുത്തിട്ടല്ലേ പോണത്. അങ്ങനെ നാളെ പോവുകയാണ്. അപ്പോഴേക്കും രോഹിത് ചോദിക്കുന്നുണ്ട്, അല്ല അച്ഛാ, അച്ഛൻ പറഞ്ഞ സ്ഥലത്തേക്ക് തന്നെയാണോ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, അച്ഛാ, ഏത് വീട്ടിലേക്കാ? അങ്ങനെയുള്ള വീട്, ഇതിനേക്കാളും നല്ല സൗകര്യമുള്ള വീടാ അത്. അവൾ എന്താണെങ്കിലും അവിടെ ചെല്ലുമ്പോൾ അവിടെ അങ്ങ് ഇഷ്ടപ്പെടും. നല്ല വീടാ, അവിടെ എല്ലാവരും നല്ല ആൾക്കാരാണെന്ന് പറയും. അന്നേരം ബബിത പറയുന്നുണ്ട്, നമ്മൾ അത്ര മോശപ്പെട്ട ആൾക്കാരാണോ അച്ഛാ എന്ന്. അപ്പോഴേക്കും കൃഷ്ണമോള് പറയുന്നുണ്ട്, അല്ല, എന്തിനാ അച്ഛാ ഇപ്പം അലീന ചേച്ചി ഇവിടെ നിന്ന് പോകുന്നത്? അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. എല്ലാവരെക്കാളും കൂടുതൽ അറിയാവുന്ന കാര്യം നിനക്കല്ലേ കൃഷ്ണേ, എന്നിട്ട് നീ ഇങ്ങനെ പറയണമെന്ന് ചോദിക്കാണ് ബാലചന്ദ്രൻ. കൃഷ്ണമോള് പിന്നെ ഒന്നും വേണ്ടിയില്ല. പിന്നെ നിങ്ങളോടെല്ലാവരും എനിക്കൊരു കാര്യം പറയാനുണ്ട്. നാളെ അവൾ പോകുന്ന സമയത്ത് വെറുതെ സങ്കടമൊന്നും കാണിച്ചേക്കരുത്. സങ്കടം കാണിച്ച് അവളുടെ മനസ്സും കൂടി വേദനിപ്പിക്കരുത്. അവൾക്കത് ഭയങ്കര വിഷമമാവും. പാവം, സമാധാനത്തോടെ എങ്ങനെയെങ്കിലും ഒന്ന് പോയിക്കോട്ടെ. നമ്മളെക്കാളും കൂടുതൽ സങ്കടം അവൾക്കാണ്. അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കും സങ്കടമുണ്ട്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് തന്നെയാണ് നഷ്ടബോധം ഉണ്ടാവാൻ പോകുന്നതും. അങ്ങനെയൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ വല്ലാത്ത സങ്കടത്തോട് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത് കണ്ടപ്പോൾ കൃഷ്ണമോളും ഭവതിയൊക്കെ സങ്കടമായി. എല്ലാവരും ആകെ വിഷമത്തോടെ നിൽക്കുകയാണ്. അലീന പോവാന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അത് ഭയങ്കര സങ്കടം തന്നെയായിരിക്കും. പിന്നീട് അങ്ങനെ മനുശങ്കർ പുറത്ത് ഫോണിലിങ്ങനെ ആരോട് വിളിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അലീന പെട്ടെന്ന് തന്നെ ഒരു ഓട്ടോറിക്ഷയിൽ അവിടെ വന്ന് വിളിക്കുന്നത്. അതെ, ഞാൻ പിന്നെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അലീനെ കണ്ട ഉടനെ തന്നെ മനുശങ്കർ ഫോണങ്ങ് കട്ട് ചെയ്യാണ്. അലീനയെ കണ്ടപാട് അത്ഭുതത്തോടു കൂടെ ആദ്യമായി കാണുന്നത് പോലെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് മനുശങ്കർ. അന്നേരം ഇതെന്താ ഇങ്ങനെ നോക്കുന്നത്? ഒറ്റയ്ക്ക് വരാനോ? അതും കൊല്ലപ്പള്ളി വീട്ടിലേക്കോ? അതെന്താ മനുവേട്ടാ? അല്ല, ഇവിടെ നമ്പർ 1 ശത്രുക്കളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ശത്രുക്കളോ? അല്ല, ആൻറ്റി ആണെങ്കിലും എൻ്റെ അമ്മയാണെങ്കിലും അറിയാലോ. പിന്നെ അവർക്കൊന്നും ഈ പറയുന്ന നിന്നെ ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചതാ.
അവരുടെ മടയിലേക്ക് വന്ന് കൊടുക്കുന്ന നീ ഇങ്ങനെ ഒറ്റക്ക് വരുന്നത് കണ്ടപ്പോ എന്ന് പറയും. അന്നേരം അലീന പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല മനുവേട്ട, എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. കൊള്ളാലോ, അപ്പോൾ നിനക്ക് പേടിയില്ലേ എന്ന് ചോദിച്ചു. ഇല്ല, എനിക്ക് പേടിയില്ല എന്ന് പറയാണ്. അതെന്താ, ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന മനുവേട്ടന് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിക്കാൻ അലീന. എനിക്ക് ഇഷ്ടപ്പെടായി ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതെന്താ? അല്ല, നീ ഇങ്ങോട്ടേക്ക് വരുന്നത് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഇങ്ങനെയല്ല നിന്നെ കൊണ്ടുവരാനായിട്ട് ഞാൻ ആഗ്രഹിച്ചതുപോലെ എന്ന് പറയും. പിന്നെയോ, അതിനിപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. സമയമുണ്ടല്ലോ. എന്താണെങ്കിലും എൻ്റെ മനസ്സിലെ ആഗ്രഹം നടത്തിയെടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നും പറയാണ്. അല്ല, ഇപ്പോൾ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കും. അന്നേരം അലീന പറയുന്നുണ്ട്, അതെ, ഒന്ന് യാത്ര പറയാൻ വേണ്ടി വന്നതാ ഞാൻ. യാത്ര പറയാനോ? അതേ മനുവേട്ട, ഞാൻ പോകുന്നതിന് മുൻപ് എനിക്ക് അമ്മയോടും മുത്തശ്ശിയോടും എല്ലാവരോടും യാത്ര പറയണം. അതുകൊണ്ട് യാത്ര പറയാൻ വേണ്ടി വന്നതാ ഞാൻ. ഓ, അങ്ങനെയാണല്ലേ. പെട്ടെന്ന് മനുവിൻ്റെ മുഖം അങ്ങ് മാറി. ഒരു നിമിഷം ആലോചിച്ചു. അപ്പോൾ അവരോടൊക്കെ നിന്നെ യാത്ര പറയണമല്ലേ? അതേ, പിന്നെ മനുവേട്ട, എനിക്ക് അമ്മയോട് യാത്ര പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ മുത്തശ്ശിയെ നോക്കാൻ വേണ്ടിയല്ലേ ഞാൻ ആദ്യമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് യാത്ര പറയണം. നീ അവരോടൊക്കെ യാത്ര പറയുന്നുണ്ട്, പക്ഷേ എന്നോട് യാത്ര പറയുന്നില്ലേ? ഞാനിപ്പോൾ എൻ്റെ ആരാണല്ലേ? മനു ചോദിച്ചു. അത് പിന്നെ ഞാൻ വേണ്ട, അവരോട് യാത്ര പറയാൻ വന്നതല്ലേ, യാത്ര പറഞ്ഞിട്ട് പോയിക്കോളാൻ പറയണം മനു. വാ, അകത്തേക്ക് കയറി വരാൻ പറയാണ്. അലീനെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് ചെന്ന് ഹാളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ചോദിക്കുന്നുണ്ട്, അല്ല അലീനെ, നീ ആരോടാ ആദ്യം യാത്ര ചോദിക്കുന്നത് എന്ന്? അമ്മയോടാണോ അതോ മുത്തശ്ശിയോടാണോ എന്ന് ചോദിക്കും. അന്നേരം അലീന ഒന്നിങ്ങനെ ആലോചിക്കുകയാണ്. ഞാൻ എൻ്റെ അമ്മയോട് തന്നെ യാത്ര പറയാമെന്ന് പറയും. കാരണം അമ്മയെ കാണണമെന്നുള്ള ആഗ്രഹമായിട്ടല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ആ സമയത്ത് ബ്രിജിത്താമമ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കാരണവശാലും നീ അവരുടെ മോളാണെന്ന കാര്യം ആരോടും പറയരുത്, ആരെയും അറിയിക്കരുത് എന്ന്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ആ വാക്ക് പാലിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ അമ്മയെ കണ്ട് എനിക്ക് യാത്ര പറയുന്നത് ശരിയല്ലെങ്കിൽ പിന്നെ ആയിക്കോ. ഇവിടെയുള്ള എൻ്റെ എല്ലാവരും, വല്യച്ഛനും അച്ഛനും എല്ലാവരും ഇവിടെയുണ്ട്. പിന്നെ രഞ്ജിനി അമ്മയും കൂടെ പുറത്തേക്ക് പോയിരിക്കുകയാണെന്നും പറയും. ഒരു കാര്യം ചെയ്യാം, വാ, രഞ്ജുവിൻ്റെ മുറിയിലുണ്ട് വൈജയന്തി, അവിടെ വന്ന് യാത്ര പറഞ്ഞോളാൻ പറയാണ്. അങ്ങനെ മനു അലീനയും കൂട്ടിക്കൊണ്ട് തന്നെ വൈജയന്തിനെ ആൻറ്റി എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് അങ്ങ് ചെന്നിട്ട് വാതിലങ്ങ് കതക് തുറക്കുകയാണ്. അലീനയെ കണ്ടപ്പോൾ മുഖമൊക്കെ അങ്ങോട്ടേക്ക് മാറുകയാണ്. ദേഷ്യം കൊണ്ട് തന്നെ മനുവിനെ മാത്രം നോക്കിക്കൊണ്ട് തന്നെ വൈജയന്തി ചോദിക്കുന്നുണ്ട്, എന്താടാ കാര്യം? നീ എന്തിനാ ഇവളെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്? മനു പറഞ്ഞു, അലീനക്ക് ആൻറ്റിയോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന്. എനിക്ക് ഇവളോട് ഒന്നും സംസാരിക്കാനില്ല. ഇവളെന്തിനാ എൻ്റെ മുറിയിലേക്ക് വന്നേ? ആൻറ്റി, സംസാരിക്കാൻ എന്താ ഉള്ളതെന്ന് സംസാരിക്കട്ടെ. പിന്നീട് അലീനയോട് പറഞ്ഞു, അതെ സംസാരിച്ചോ, പക്ഷേ അടി കൂടില്ലെന്ന് മാത്രം, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞത്, എനിക്ക് ഇവളോടൊന്നും തന്നെ സംസാരിക്കാനില്ലെന്ന് പറഞ്ഞില്ലേ? ആൻറ്റി, പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അവൾ പറഞ്ഞോട്ടെ, ആൻറ്റി അത് കേൾക്കണം. അവൾ അതങ്ങ് പറഞ്ഞിട്ട് പോയിക്കോളും എന്ന് പറഞ്ഞു. പിന്നീട് അലീനയോട് ചോദിക്കുന്നത്, ഞാൻ നിൽക്കണോ അതോ വേണ്ടയോ എന്ന്. മനുവേട്ട, മനുഷ്യന്ദർ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്? വൈജയന്തി കട്ട കലിപ്പിലായിരുന്നു. ഓ, യാത്ര പറയാൻ വേണ്ടി വന്നിരിക്കുന്നു മാഡം. എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഇവിടെ വന്ന നാൾ മുതൽ തന്നെ മാഡത്തിനെ ഞാൻ കണ്ടിരിക്കുന്നത് എൻ്റെ സ്വന്തം അമ്മയായിട്ടാ. ഇപ്പോഴും ഞാൻ മാഡത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ. മാഡം അന്ന് ഹോസ്പിറ്റലായിരുന്ന സമയത്തൊക്കെ എൻ്റെ പ്രാർത്ഥന ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ നിന്റെ പ്രാർത്ഥന നശിച്ചു പോകണമെന്നായിരിക്കുമല്ലേ നീ പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക. നിന്റെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാണല്ലോ എനിക്കിങ്ങനെ അനങ്ങാൻ പോലും പറ്റാതിങ്ങനെ ഞാൻ കിടന്നിരുന്നത്. ഇപ്പോഴിതാ എനിക്ക് നേരാവണ്ണം നടക്കാൻ പോലും പറ്റുന്നില്ല. എല്ലാത്തിനും കാരണം നീയാണ്. നീ വന്ന് എൻ്റെ ജീവിതം നശിപ്പിക്കുകയും ചെയ്തത്. ഞാൻ ഒരിക്കലും മാഡത്തിൻ്റെ ജീവിതം നശിപ്പിക്കാൻ വന്നവളൊന്നുമല്ല മാഡം. പിന്നെ നീ എന്തിനായിരിക്കും വന്നത് പോലും? കഴക്കൂട്ടത്ത് ആനപ്പുറത്ത് കയറി ഇങ്ങോട്ടേക്ക് വന്നതല്ലേ? ആ ഒരു ചാരിറ്റി മുങ്ങി താഴാൻ പോവുമായിരുന്നു ഞങ്ങൾ. കടപ്പാടൂർ വീട്ടിലെ കുടുംബം അതോ ആകെ കടം കയറി മുടിയാൻ പോവുമായിരുന്നോ? അങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കുന്ന സമയത്താണോ നീ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്നത്? അങ്ങനെ നീ വന്നവളാണോടി? മാഡം, അങ്ങനെയൊന്നും പറയരുത്. പിന്നെ എങ്ങനെ പറയാൻ വേണ്ടി ഞാൻ? നീ ഒരൊറ്റ വ്യക്തി കാരണമാണ് ഞങ്ങൾക്ക് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം തന്നെ വന്നത്. ഞങ്ങളുടെ കുടുംബം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമായിരുന്നു. നീ വന്ന് എല്ലാം നശിപ്പിച്ചില്ലേ? നീ ഒരൊറ്റ വ്യക്തിയാണ് എല്ലാത്തിനും കാരണം. മാഡം, അങ്ങനെയൊന്നുമല്ല. ഞാൻ ഒരിക്കലും നിങ്ങളുടെ കുടുംബമൊന്നും നശിപ്പിച്ചിട്ടില്ല. പിന്നെ നീ എന്ത് കാണാനാടി ഇങ്ങോട്ടേക്ക് വന്നത്? മാഡം, അങ്ങനെ പറയരുത്. ഞാൻ വന്നപ്പോൾ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഞാൻ സോൾവ് ചെയ്തതാണ്. ഞാൻ പോകുന്നത് അതൊന്നും ഓർത്തുകൊണ്ടല്ല മാഡം. മാഡം പേടിക്കണ്ട. പിന്നെ അറിയാലോ, മാഡം ആ വീട്ടിലേക്ക് തിരികെ ചെന്നാലും നല്ല രീതിയിൽ തന്നെ വേണം വീട്ടിലെല്ലാവരോടും പെരുമാറാനായിട്ട്. അറിയാലോ, പ്രത്യേകിച്ച് അച്ഛനെ വെറുതെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കരുത്. അച്ഛൻ ഭൂമിയോളം താഴ്ന്നു നിൽക്കുന്ന ക്ഷമിച്ച് നിൽക്കുന്ന മനുഷ്യനാ. ആ പാവം മനുഷ്യനെ ഇനി ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാഡത്തിൻ്റെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോവും.
ഒന്ന് പോടി അവിടുന്ന്. 10-22 വർഷക്കാലം ഞാൻ ബാലചന്ദ്രനോടൊപ്പം ജീവിച്ചതാ. എനിക്കറിയാം ബാലചന്ദ്രനെ. നീ എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട. മാഡം, 10-22 വർഷം മുൻപ് തന്നെ ഒരുത്തൻ്റെ കൂടെ ജീവിച്ചിരുന്നല്ലോ, ആണൊരുത്തൻ്റെ കൂടെ. അപ്പോഴും ഇതൊന്നും തന്നെ മനസ്സിലായാൽ മാത്രം മതി. ആഗ്രയിൽ വെച്ച് ആണൊരുത്തൻ്റെ കൂടെ ഒരു ജീവിതം ജീവിച്ചല്ലോ, അതൊന്ന് ഓർത്താ മതിയെന്ന് ഓർമ്മിപ്പിക്കാൻ അലീന. അത് കേട്ട് ആകങ്ങനെ സ്തംഭിച്ചു പോയി നിൽക്കുമായിരിക്കും വൈജയന്തിക്കാണെങ്കിൽ അത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. തലക്ക് ഒരടിയേറ്റതുപോലെ ഇങ്ങനെ കിറങ്ങി നിൽക്കുന്നതാണ്. അലീന പറയുന്നുണ്ട്, ആ ജീവിതം ഒന്ന് ഓർത്തു നോക്കിയാൽ മതി, അത് നല്ലതാണ്. അച്ഛൻ്റെ അടുത്ത് പ്രകോപിപ്പിക്കാനായിട്ട് ചെല്ലരുത്. വെറുതെ മാഡത്തിൻ്റെ തലക്കിട്ട് അടി കിട്ടും. മാഡത്തിൻ്റെ കുടുംബം, പിന്നെ മാഡത്തിൻ്റെ ജീവിതം നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. വെറുതെ അച്ഛൻ്റെ അടുത്തേക്ക് ഓരോന്നും പറഞ്ഞ് ചെല്ലരുത്. അച്ഛൻ്റെ അടുത്ത് പോയി താഴ്മയോടെ നിൽക്കണം, അല്ലെങ്കിൽ മാഡത്തിന് പിന്നീടൊരു ജീവിതം ഉണ്ടാകില്ല എന്ന് അലീന പറഞ്ഞ സമയത്തിന് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, എങ്ങനെ പ്രതികരിക്കണം എന്നറിയാതെ നിൽക്കുമായിരിക്കും വൈജയന്തി. 10-22 വർഷം മുൻപ് തൻ്റെ ജീവിതത്തിൽ നടന്ന ഈ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെ അലീനക്കറിയാം? വൈജയന്തിക്കാണെങ്കിൽ തൻ്റെ മുന്നിൽ നിൽക്കുന്ന അലീന ഒരു പക്ഷേ തൻ്റെ മകളാണോ എന്ന് പോലും ചിന്തിച്ചുകൊണ്ട് ആകെ സ്തംഭിച്ചു പോയി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. പിന്നെ നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് മുത്തശ്ശിയോടും എല്ലാവരോടും യാത്ര പറഞ്ഞതിന് ശേഷം അലീന അവിടെ നിന്നും പടിയിറങ്ങുന്ന സീന് മാത്രമായിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡ് ഞാൻ ഈ വീഡിയോൻ്റെ തൊട്ട് മുൻപായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.